നമസ്കാരം. ഞാൻ നിങ്ങളെ ഒരു ചെറിയൊരു സംഭവം കാണിച്ചു തരാം. സംഭവം എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യമൊന്നുമല്ല. ഈ കോവിഡ് കാലത്ത് കുറേ ആളുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ വീട്ടിൽ പഴയ വീടിൻ്റെയൊക്കെ ഓടുണ്ടെങ്കിൽ അതൊരു 4 എണ്ണം ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു നൂൽക്കമ്പിയോ കയറോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ നമ്മൾ ടൈ ചെയ്ത് കൊടുത്തിട്ട് അകത്ത് നമ്മുടെ പോട്ടിങ്സ് ഇടുവാണെങ്കിൽ നമുക്ക് ചെടിയോ എന്തെങ്കിലും പച്ചക്കറി തൈയോ ഒക്കെ വെച്ച് പിടിപ്പിക്കാം. ഞാൻ ഇത് കണ്ടില്ല, ഇവിടെ തക്കാളിയാണ് ഇപ്പം വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പം തക്കാളിയും ഈ പറഞ്ഞ പോലെ 2 ഇതിനകത്തായിട്ട് മുളക് ഈ 2 ചോട് വീതം ഒന്നിനകത്ത് തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ മുളക് ഏകദേശം തീരാറാവുമ്പോഴേക്കും എനിക്ക് പുതിയത് മുളയ്ക്കുമല്ലോ. അതുകൊണ്ട് ഇതിന്റെ ചോട്ടിൽ തന്നെ ഞാൻ 2 എണ്ണം വെച്ച് പിടിപ്പിച്ചതാ കേട്ടോ. കുറച്ച് വിത്തും കൂടെ പാകാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ച് ചീരയുടെ വിത്താണ്. ഇത് കണ്ടില്ലേ, ചീര വിത്തും പിന്നെ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് പാകി കൊടുക്കാവേ. ഒരാഴ്ച മുന്നേ നമ്മൾ മണ്ണിട്ട് കൊടുത്തത് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തിപ്പം ചീര വിത്താണ് പാകി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്താ മിക്സ് ചെയ്തതെന്ന് പറയാം. ഇതിൻ്റെ അടിയിൽ ഏറ്റവും താഴെയായിട്ട് നമ്മൾ ആദ്യം കുറച്ച് കരിയിലാണ് ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കുന്നത് പോലെ തന്നെ പോട്ടിങ്സ് ആണ് തയ്യാറാക്കി കൊടുത്തത്. നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടിട്ടതാണ്. പിന്നെ നമ്മൾ നട്ടതിന് ശേഷം നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുത്താലും മതി. ഞാനേ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്നാൽ പിന്നെ വീഡിയോ ചെയ്ത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആയാലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. ഇതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. എന്നാലും ഇതിപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഓടൊന്നും മേടിക്കണം എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ പഴയ ഓട് ഇപ്പോൾ തൊഴുത്തിൻ്റെയോ പഴയ വീടിൻ്റെയോ ഒക്കെ വെറുതെ ഇരിക്കുവാണെങ്കിൽ അതെടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ഗ്രോ ബാഗിന് തന്നെ നല്ല പൈസ വരുന്നുണ്ടല്ലോ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നമുക്കത് ഒരു ഉപയോഗത്തിൽ എത്തിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഫുള്ള് കായൊക്കെ തീർന്ന് പുതിയത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ കപ്പാസിറ്റി തീർന്നു എന്നാട്ടോ തോന്നുന്നത്. ഇനി അതിപ്പോൾ ഞാൻ ശ്രദ്ധിക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ റാഡിഷിന്റെ തൈകളാണ്. ഇത് നമുക്ക് ശരിക്കും ഒരു പാക്കറ്റ് മാറി വന്നതാണ്. ഇപ്പം റാഡിഷിന്റെ വിത്താണ് കിട്ടിയത്. അപ്പം ഞാനിതൊന്ന് നട്ട് നോക്കി. ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. അല്ല, കായ് എന്താണെന്നറിയാം. ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അങ്ങനെയൊന്നും എനിക്കറിയില്ല. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ റിസൾട്ട് എന്ന് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.